ഗുഡ് മോർണിംഗ്. ടീച്ചർക്ക് ഗുഡ് മോർണിംഗ് പറയൂ. നല്ല മക്കളെ, ഗുഡ് മോർണിംഗ് മാത്രം മതിയോ? രാവിലെ ക്ലാസ്സിലേക്ക് വരുമ്പോൾ ഒരു പാട്ട് പാടലുണ്ടല്ലോ, ഗുഡ് മോർണിംഗ് മിസ്, ഹാവ് എ നൈസ് ഡേ, വെൽക്കം ടു അവർ ക്ലാസ് ഇല്ലേ? അത് പാട്ടായിട്ട് പഠിച്ചിരിക്കുകയല്ലേ? രാവിലെ തന്നെ ടീച്ചർ ക്ലാസ്സിലേക്ക് വരേണ്ട താമസം അല്ലേ? അതുമാതിരി എന്നും പറയണം ടീച്ചറോടെ. All stand. Sit. All of you take your book. ഇന്നലെ കഴിഞ്ഞ ക്ലാസ്സിലെ ടീച്ചർ എന്തൊക്കെയോ പഠിപ്പിച്ചല്ലോ. കുറച്ച് വെജിറ്റബിൾസിനെ പറ്റി പഠിപ്പിച്ചു, ഫ്രൂട്ട്സിനെ പറ്റി പഠിപ്പിച്ചു. ഒരു മാർക്കറ്റിൽ പോയിട്ട് ഒരു പള്ളി പെരുന്നാളിനൊക്കെ പോയാൽ നമ്മൾ എന്തൊക്കെയാണ് കാണുക, എന്തൊക്കെയാണ് താഴെ ആ പള്ളിയുടെ താഴെ ഒരു കച്ചവടങ്ങൾ, എന്തൊക്കെ സാധനങ്ങളാണ് സെല്ല് ചെയ്യുന്നത്, എന്തൊക്കെയാണെന്നാണ് ടീച്ചർ ഇന്നലെ പഠിപ്പിച്ചു തന്നത്. എന്തൊക്കെയാണ് ടീച്ചർ കഴിഞ്ഞ ക്ലാസ് പഠിപ്പിച്ചത്? ബലൂൺ എടുത്തിട്ട് ഒരാൾ നിൽക്കുന്നുണ്ടല്ലോ, അയാളെ എന്താ പറയുക? ഫ്രൂട്ട് സെല്ലർന്നാ? അല്ലേ? ബലൂൺ സെല്ലർ. ഫ്രൂട്ട്സ് വിൽക്കുന്ന ഒരാളുണ്ടല്ലോ, ഫ്രൂട്ട്സ് വിൽക്കുന്ന ഒരു അങ്കിൾ അവിടെ ഇരിക്കുന്നുണ്ടല്ലോ, അദ്ദേഹത്തിന് എന്താ പറയുക? ഫ്രൂട്ട് സെല്ലർ. വൺ ഹൂ സെൽസ് ഫ്രൂട്ട്സ്. One who sells fruits is a fruit seller. One who sells balloons. One who sells balloons is a balloon seller. One who sells vegetables only. Vegetables മാത്രം വിൽക്കുന്ന അദ്ദേഹത്തിന് എന്താ പറയുക? ഫ്രൂട്ട് സെല്ലർ എന്നാ പറയുക? അല്ല, എന്താ പറയുക? വെജിറ്റബിൾ സെല്ലർ. പിന്നെ എന്താ വറുക്കുന്നത് കണ്ടത് നമ്മൾ? ഒരു അങ്കിൾ ഇങ്ങനെ എന്തോ വറുക്കുന്നുണ്ടല്ലോ, എന്താണ്? പോപ്കോൺ. അതെന്തായാലും മറന്നിട്ടില്ല അല്ലേ? പോപ്കോൺ. പോപ്കോൺ സെല്ലർ. പോപ്കോൺ സെല്ലർ. ഒരു ചോക്കോ ബാർ വെക്കുന്നുണ്ടല്ലോ അവിടെ ഒരാൾ, അതാരാ? ചോക്കോ ബാർ വെക്കുന്ന ആളാരാ? ഐസ്ക്രീം സെല്ലർ അല്ലേ? ചോക്കോ ബാർ ഐസ്ക്രീം വെക്കുന്നുണ്ട് അവിടെ, നിങ്ങളെല്ലാവരും അത് വാങ്ങി കഴിക്കുന്നുണ്ട് അല്ലേ? അതാരാണ്? ഐസ്ക്രീം സെല്ലർ. ഒന്നുകൂടെ വായിക്കാം കേട്ടോ നമുക്കത്. കുറച്ച് വിഷമമുള്ള ലെസനാണ്, വളരെ ശ്രദ്ധിക്കുക. ദിസ് ഈസ് എ ബലൂൺ സെല്ലർ. This is a balloon seller. He sells balloons. He sells balloons. Then, what is the next picture? What is the next picture? This is Ram. This is Ram. Who is standing there? Ram. What is the name? Ram. He is an ice cream seller. An ice cream seller. A-E-I-O-U. These are vowels. Very good. ഫാത്തിമ മിനിഹയ്ക്ക് ഒരു ക്ലാപ്പ് കൊടുക്കൂ എല്ലാവരും. അപ്പം നോക്കൂ, ഏത് വവലാണ് അവിടെ? ഏത് വവലാ? ഐ എന്ന വവലിൽ തുടങ്ങുന്ന വേർഡ്. ഐ എന്ന വവൽസിൻ്റെ കൂടെ എപ്പോഴും നമ്മൾ എ ചേർക്കോ ആൻ ചേർക്കോ? ആൻ. ഓൺലി ആൻ. എന്താണ്? ആൻ. ഈ ഐസ്ക്രീം സെല്ലർ എന്ന് ഒരിക്കലും പറയില്ല. ആൻ ഐസ്ക്രീം സെല്ലർ. ചിൽഡ്രൻ ലൈക്ക് ഹിസ് ചോക്ലേറ്റ് ഐസ്ക്രീം. എല്ലാവർക്കും ഇഷ്ടം എന്താണ്? ചോക്ലേറ്റ് ഐസ്ക്രീം അല്ലേ? ചോക്കോബാർ അല്ലേ ഇഷ്ടം? അടുത്തത് നോക്കൂ, ആരാണ്? ദിസ് ഈസ് എ ഫ്രൂട്ട് സെല്ലർ. ഫ്രൂട്ട്സ് മാത്രം വിൽക്കുന്ന ഒരാൾ. എന്തൊക്കെയാണ് അയാളടുത്ത്? മെനി കൈൻഡ്സ് ഓഫ് ഫ്രൂട്ട്സ്. ആപ്പിൾ, ഓറഞ്ച്, ബനാന, പിന്നെയോ അനാറ്, പോംഗ്രാനേറ്റ്, പിന്നെ ഗ്രീൻ ഗ്രേപ്സ്. കണ്ടില്ലേ അവിടെ ചിത്രത്തിൽ നോക്കൂ. ഹി ഹാസ് ആപ്പിൾസ്, ബനാനാസ് ആൻഡ് ഗ്രേപ്സ്. The popcorn seller
പോപ്കോൺ സെല്ലർ ഈസ് സെല്ലിങ് ഹോട്ട് പോപ്കോൺ. നല്ല ചൂടോടുകൂടി പോപ്കോൺ എടുക്കാം. ആർക്കൊക്കെയാണ് വേണ്ടേ? ഹൂ വാണ്ട് പോപ്കോൺ? ഹൂ വാണ്ട് പോപ്കോൺ? നമുക്ക് ചൂടുള്ള പോപ്കോൺ ഇങ്ങനെ എടുത്തില്ല, നല്ല ഇഷ്ടമല്ലേ? ചിൽഡ്രൻ ലവ് ഹിസ് പോപ്കോൺ. ദ വെജിറ്റബിൾ സെല്ലർ ഹാസ് എ ബിഗ് ഷോപ്പ്. ഏറ്റവും വലിയ ഷോപ്പ് വെജിറ്റബിൾ സെല്ലർക്കാണ്. അദ്ദേഹം അവിടെ ഇരിക്കുന്നുണ്ട്, കണ്ടില്ലേ? എന്തിനായിരിക്കുന്നത്? ഹീ സെല്ലിങ് വെജിറ്റബിൾസ്. ഹീ സെല്ലിങ് വെജിറ്റബിൾസ്. എന്തൊക്കെ വെജിറ്റബിൾസ് ഉണ്ട് അവിടെ നോക്കൂ. എന്തൊക്കെയാണ് ഉള്ളത്? പൊട്ടറ്റോ, ക്യാരറ്റ്, പംകിൻ, ടൊമാറ്റോ. ലേഡീസ് ഫിംഗർ ഉണ്ടോ? ക്യാരറ്റ്, റാഡിഷ്, പിന്നെയോ ബ്രിഞ്ചൽ. എല്ലാ സാധനങ്ങളും ഉണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് പോയിട്ട് വാങ്ങാം. ആരെടുത്തുനിന്നാ വാങ്ങുക? വെജിറ്റബിൾ സെല്ലറുടെ അടുത്ത് പോയിട്ട്. അതല്ലേ ഇന്നലെ നമ്മൾ പഠിച്ചത്. ഇനി എടുക്കേണ്ട പേജ് ഏതാണെന്നറിയോ? അതിൻ്റെ ഇടയ്ക്ക് രണ്ടുണ്ട്, അത് നമുക്ക് പിന്നെ ചെയ്യാം. ടേക്ക് ദിസ് പേജ്. പേജ് നമ്പർ 27. ടേക്ക് ദിസ് പേജ്. എടുക്കുക എല്ലാവരും. ടേക്ക് യുവർ പെൻസിൽ ഓൾസോ. Ready? Okay. I see a. ഞാൻ കണ്ടു. എന്ത്? Who is this? Vegetable seller or balloon seller? Balloon seller. വെരി ഗുഡ്. ബലൂണും പിടിച്ച് നിൽക്കുന്നുണ്ട്. അപ്പോഴും നോക്കൂ, വളരെ ശ്രദ്ധിക്കാട്ടോ. ഇങ്ങനൊരു കോളം വരച്ചിട്ടില്ലേ അവിടെ? അതിലെന്താണ് എഴുതിയിരിക്കുന്നത് നോക്കുക കേട്ടോ. വെജിറ്റബിൾ സെല്ലർ എഴുതിയിട്ടുണ്ടോ? ഉണ്ട്. എന്നിട്ട് ഇങ്ങനെ ഒരു വരയും ഇട്ടിട്ടുണ്ട്. പിന്നെ എന്താ എഴുതിയിരിക്കുന്നത്? ബലൂൺ സെല്ലർ. ഇങ്ങനെ രണ്ടെണ്ണം എഴുതിയിട്ടുണ്ട്. നോക്കൂ, look at your book. ഇവിടെ ടീച്ചർ എപ്പോഴും പറയാറുണ്ട്, നിങ്ങൾ എഴുതാത്ത കൈ എവിടെ വെക്കുക? ക്വസ്റ്റ്യൻ്റെ അടുത്ത് വെക്കുക. I see a vegetable seller, balloon seller. Who is this man? Vegetable seller? Is he a vegetable seller? No, he is a balloon seller. എന്താ ക്വസ്റ്റ്യൻ? വാട്ട് ഡു യു സീ? നിങ്ങൾ എന്താണ് അവിടെ കാണുന്നത്? സർക്കിൾ ദ കറക്റ്റ് വേർഡ്സ്. എന്ന് പറഞ്ഞാൽ എന്താ? സർക്കിൾ ചെയ്യാൻ നമ്മൾ കൂടുണ്ടാക്കലില്ലേ? അപ്പം ആദ്യത്തത് എന്താ കൂടുണ്ടാക്കേണ്ടത്? ആദ്യം ഏതിനാ കൂടുണ്ടാക്കി കൊടുക്കേണ്ടത്? ഇതാ, വെജിറ്റബിൾ സെല്ലർക്കൊരു കൂട്. ആർക്കാ കൂട് വരച്ചു കൊടുക്കേണ്ടത്? ആർക്കാ? ബലൂൺ സെല്ലർക്ക്. ഇവിടെ നിൽക്കുന്ന ആൾ ആരാണ്? നോക്കൂ, ഇവിടെ ഒരാൾ നിൽക്കുന്നുണ്ടല്ലോ, ഇങ്ങനെയൊക്കെ ആക്കിയിട്ട്. ഇങ്ങനെ അയാൾക്കൊരു കണ്ണ് മൂക്കൊക്കെ വരച്ചു കൊടുക്കുക. എന്നിട്ട് അയാളൊരു കോലിങ്ങനെ വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ മുകളിൽ എന്താണ് വെച്ചിരിക്കുന്നത്? ആരാണ്? വെജിറ്റബിൾസ് ആണോ ഇത്? ടീച്ചർ വെറുതെ കാണിച്ചു തരാം കേട്ടോ.
ആരാ? ബലൂൺ സെല്ലർ. അപ്പം കൂട് ഉണ്ടാക്കി കൊടുക്കേണ്ടത് ആർക്കാണ്? ബലൂൺ സെല്ലർക്ക്. എന്താ വേണ്ടത്? കറക്റ്റ് ദ വേർഡ്സ്, പുട്ടെ സർക്കിൾ. ഒരു കൂടുണ്ടാക്കി കൊടുക്കുക. സർക്കിൾ ദ കറക്റ്റ് വേർഡ്. ഏതാ ടീച്ചർ സർക്കിൾ ചെയ്തത്? ഏതാ സർക്കിൾ ചെയ്തത്? ബലൂൺ സെല്ലർ. All of you finish? All of you finish? Okay. Then next. The balloon seller has. The balloon seller has. എന്താണിത്? What is this? What is these pictures? എന്താണിത്? നോക്കൂ. What are these? 1, 2, 3, 4, 5. 5 ടൊമാറ്റോസ് ആണോ? അല്ല. ആപ്പിൾസ് ആണോ? അല്ല. What are these? ബലൂൺസ്. അപ്പം നോക്കൂ, ഇവിടെ കോളം വരച്ചിട്ടുണ്ടേ. ഇവിടെ ഒരു കോളം വരച്ചിട്ട് ബലൂൺ ഉണ്ട്, ബലൂൺസ് ഉണ്ട്. എന്താണ്? ബലൂണാണോ ബലൂൺസ് ആണോ? ബലൂണാണോ ബലൂൺസ് ആണോ? BALLOON ബലൂൺ. BALLOONS ബലൂൺസ്. ഒറ്റ ബലൂണേ ഉള്ളൂ? അല്ല. എത്ര ബലൂൺ ഉണ്ട്? ഹൗ മെനി ബലൂൺസ് ആർ ദെയർ? കൗണ്ട് ഇറ്റ്. 1, 2, 3, 4, 5. ഹൗ മെനി ബലൂൺസ്? 5 ബലൂൺസ്. ബലൂണുകൾ ഒന്നാണെങ്കിൽ എന്താ പറയുക? ബലൂൺ. ഒന്നിൽ കൂടുതലുണ്ട് ഇവിടെ. ഹൗ മെനി ബലൂൺസ് ആർ ദെയർ? കൗണ്ട് ഇറ്റ്. 1, 2, 3, 4, 5. 5 ബലൂൺസ്. അപ്പോൾ നോക്കൂ, ബലൂണാണോ ബലൂൺസ് ആണോ? ഏതാണ് നമ്മൾ കൂടിനുള്ളിലാക്കേണ്ടത്? ഏതിനെയാണ് നമ്മൾ കൂടിനുള്ളിലാക്കേണ്ടത്? ബലൂൺസ്. 1 അല്ല, മോർ ദാൻ 1 ഉണ്ട്. ഒന്നാണോ? അല്ല, മോർ ദാൻ 1. ഒന്നിൽ കൂടുതലുണ്ട്. അപ്പം നമ്മൾ കൂടുണ്ടാക്കുന്നത് ആർക്കാണ്? ബലൂൺസിന്. ഫിനിഷ്? All of you finish? Yes or no? Yes, very good, very good. Keep it up. Then അടുത്ത ആൾ ആരാണ്? കുറേ വെജിറ്റബിൾസും വെച്ചിരിക്കുന്നുണ്ട് അവിടെ. ആരാണ് അദ്ദേഹം? വെജിറ്റബിൾ സെല്ലർ. ആണോ? ആണോ? അതെ. വെജിറ്റബിൾസ് വെക്കുന്ന ആൾക്ക് എന്താ പറയുക? വെജിറ്റബിൾ സെല്ലർ. കണ്ടില്ല, അദ്ദേഹത്തിൻ്റെ മുമ്പിൽ പൊട്ടറ്റോ, ടൊമാറ്റോ, പംകിൻ ഒക്കെയാ. അല്ലാണ്ട് ആപ്പിളും മാംഗോയും ഒന്നും അല്ലല്ലോ. ദ ഡാഷ് അതിൻ്റെ ഉള്ളിൽ. ഇത് കഴിഞ്ഞിട്ട് ഡോണ്ട് ടോക്ക്. ടീച്ചർ ബോർഡിൻ്റെ മുകളിൽ എഴുതും ആരെങ്കിലും വർത്താനം പറയും. ഫ്രൂട്ട് സെല്ലർ. FRUIT ഫ്രൂട്ട്. SELLER. അല്ല. ആണോ? അല്ല. പിന്നെ ആരാ? വെജിറ്റബിൾ. VEGETABLER. വെജിറ്റബിൾ സെല്ലർ. SELLER. ആരാണ് അവിടെ ഇരിക്കുന്ന ആള്? വെജിറ്റബിൾസിന് മുമ്പിൽ ഇരിക്കുന്ന ആൾ ആരാണ്? ഹു ഈസ് സിറ്റിംഗ് ദർ? ഹു ഈസ് സിറ്റിംഗ്? ഫ്രൂട്ട് സെല്ലർ ഓർ വെജിറ്റബിൾ സെല്ലർ? വെജിറ്റബിൾ സെല്ലർ. അപ്പം നമ്മൾ ഏതിനെ റൗണ്ട് ചെയ്യണം? ഏതിനെ സർക്കിൾ ചെയ്യണം? ഏതിനെയാണ് കൂട്ടിലാക്കേണ്ടത്? വെജിറ്റബിൾ സെല്ലറിനെ കൂട്ടിലാക്കണം. നല്ലൊരു കൂടുണ്ടാക്കി കൊടുത്തോളൂ കേട്ടോ. അയാൾ എങ്ങോട്ടെങ്കിലും ഇറങ്ങി ഓടിക്കളിയും. ചെയ്തോ? വെജിറ്റബിൾ സെല്ലർ. ഫിനിഷ്. വൃത്തിയിൽ ചെയ്യുക, നീറ്റായിട്ട് ചെയ്യുക. വെറുതെ മായ്ച്ച് ആ പുസ്തകം കീറണ്ട. വളരെ നീറ്റായിട്ട് പതുക്കെ ചെയ്താൽ മതി. വെജിറ്റബിൾ സെല്ലർ ഈസ് സെല്ലിങ്. വെജിറ്റബിൾ സെല്ലർ എന്താണ് സെല്ല് ചെയ്യുന്നത്? വെജിറ്റബിൾസ് ആണോ ഫ്രൂട്ട്സ് ആണോ? അതിൻ്റെ തൊട്ട് താഴെ ലിസൺ, ലുക്ക് ഹിയർ.
എവിടെ? ഇതാ ഫ്രൂട്ട്സ് ഉണ്ട്, വെജിറ്റബിൾസ് ഉണ്ട്. എന്താണ് വെജിറ്റബിൾ സെല്ലർ സെല്ല് ചെയ്യുന്നത്? എന്താണ് ചെയ്യുന്നത്? FRUIT ഫ്രൂട്ട്സ്, VEGETABLES. ഫ്രൂട്ട്സ് ഉണ്ട്, വെജിറ്റബിൾസ് ഉണ്ട്. ഇതാണ് അതിൻ്റെ കോളം. നമ്മൾ അവിടെ വെജിറ്റബിൾ വിൽക്കുന്ന ആൾക്ക്, അതായത് ആ സെല്ല് ചെയ്യുന്ന സെല്ലർക്ക് എന്താ പറയുക? ഫ്രൂട്ട് സെല്ലർ എന്നാണോ പറയുക, വെജിറ്റബിൾ സെല്ലർ എന്നാണോ പറയുക? വെജിറ്റബിൾ സെല്ലർ. അപ്പം അദ്ദേഹം വിൽക്കുന്നത് എന്താണ്? വെജിറ്റബിൾസ്. കുട്ടേ സർക്കിൾ, ഒരു നല്ല കേവ്, ഒരു നല്ല കൂട് ഉണ്ടാക്കി കൊടുത്തോളൂ. ആ വെജിറ്റബിൾസൊക്കെ ആ കൂടിൻ്റെ ഉള്ളിൽ നിന്നോട്ടെ. ഫിനിഷ്? all of you finish? Yes, good. അടുത്ത നോക്കൂ. Who is talking there? അടുത്ത നോക്കൂ. He has എന്തുണ്ട്? എന്താണിത്? What is this picture? Carrots. Very good. Carrots. ഈ carrots, how many carrots are there? Count it. 1 2 3. 3 carrots ഉണ്ട്. എന്തിനാണ് നമുക്ക് carrots? സലാഡ് ഉണ്ടാക്കുന്നുണ്ടോ? നെയ്ച്ചോറുണ്ടോ? അപ്പം ഈ carrots ക്യാരറ്റാണോ carrots ആണോ? ക്യാരറ്റാണോ അവിടെ carrots ആണോ? carrots 1 ആണോ? അല്ല, more than 1, ഒന്നിൽ കൂടുതൽ. അപ്പോൾ നോക്കൂ, 1 2 3, 3 carrots. ക്യാരറ്റ് ഉണ്ട്, carrots. CARROT, carrot. CARROTS, carrots. രണ്ടുപേരും ഒരു കൂടിൻ്റെ ഉള്ളിലാണ് ഉള്ളത്. അപ്പം നമുക്ക് ഏതാണോ കറക്റ്റ് ആൻസർ എന്ന് വെച്ചാൽ അതിനൊരു കൂടുണ്ടാക്കി കൊടുക്കാനാണ് പറഞ്ഞത്. എന്താണ് അവിടെ? ഹി ഹാസ് carrots. ഹൗ മെനി carrots? 3. ഇപ്പോൾ നമ്മൾ ഏത് റൗണ്ട് ചെയ്യണം? carrots. ക്യാരറ്റ്സിനെ ചെയ്തോ എല്ലാവരും? carrots and other vegetables in his basket. ക്യാരറ്റ് മാത്രം വെച്ചിട്ടാണ് ആ വെജിറ്റബിൾസ് എല്ലാം ഇരിക്കുന്നത്? അല്ല, അദ്ദേഹത്തിൻ്റെ അടുത്ത് എന്തൊക്കെയോ സാധനങ്ങളുണ്ട്. ലേഡീസ് ഫിംഗർ ഉണ്ട്, പിന്നെന്താണ്, ടൊമാറ്റോ ഉണ്ട്, പൊട്ടറ്റോ ഉണ്ട്, എന്തൊക്കെയോ സാധനങ്ങളുണ്ട്. പംകിൻ ഉണ്ട്, ബിറ്റർ ഗോഡ് ഉണ്ട്, ഒക്കെ ഉണ്ട്. അടുത്തത് നോക്കൂ. ദി കഴിഞ്ഞിട്ടൊരു ചിത്രം കൊടുത്തിട്ടുണ്ട്. എന്താണ്? ഫ്രൂട്ട്സ് ആണോ വെജിറ്റബിൾസ് ആണോ? എന്താ? ഫ്രൂട്ട്സ്. അപ്പം അതിൻ്റെ ഉള്ളിൽ അവിടെ എഴുതിയിട്ടുണ്ട് ഫ്രൂട്ട് സെല്ലർ എന്നുണ്ട്, വെജിറ്റബിൾ സെല്ലർ എന്നുണ്ട്. ഫ്രൂട്ട് സെല്ലർ, വെജിറ്റബിൾ സെല്ലർ, എന്നിട്ട് ഇവർക്കൊക്കെ രണ്ടുപേർക്കും കൂടി ഒരൊറ്റ കൂടാണ് ഉണ്ടാക്കി കൊടുത്തിരിക്കുന്നത്. പക്ഷേ നമുക്ക് എന്ത് ചെയ്യണം? അതിൽ നിന്ന് എന്താണോ അവിടെ സെല്ല് ചെയ്യുന്നതെന്ന് വെച്ചാൽ അതൊന്ന് ശരിയാക്കണം. എന്താണ് അവിടെ അദ്ദേഹം എന്ത് മുമ്പിൽ വെച്ചിട്ടാണ് ഇരിക്കുന്നത്? എന്ത് വെച്ചിട്ട്? ആപ്പിളൊക്കെ. ആപ്പിൾ എന്താണ്? ഫ്രൂട്ട് ഓർ വെജിറ്റബിൾ? ഫ്രൂട്ട്. അപ്പം നോക്കൂ, ഫ്രൂട്ട് സെല്ലർ. ഏതാണ്? ഫ്രൂട്ട് സെല്ലർ. ഫ്രൂട്ട് സെല്ലറിനെ ഒരു കൂടിൻ്റെ ഉള്ളിലാക്കുക. ആരെയാണ് കൂടിൻ്റെ ഉള്ളിലാക്കേണ്ടത്? ഫ്രൂട്ട് സെല്ലറിന് ഒരു കൂടുണ്ടാക്കി കൊടുക്കുക. ഫ്രൂട്ട് സെല്ലർക്ക് ഒരു കൂടുണ്ടാക്കി കൊടുക്കുക. ഫ്രൂട്ട് സെല്ലർ, വെജിറ്റബിൾ സെല്ലർ ഹാസ് മെനി. ഹാസ് മെനി എന്താണ് ഇവിടെ? നോക്കൂ, ഇതെന്താണ്? ഗ്രേപ്സ് അല്ലേ? അല്ല, നോ. പിന്നെ watermelon? No. Then what is this picture? Apple.
ദ ഫ്രൂട്ട് സെല്ലർ ഹാസ് മെനി ആപ്പിൾ ഉണ്ട്, ആപ്പിൾസ് ഉണ്ട്. വാട്ട് ഈസ് ദ കളർ ഓഫ് ആൻ ആപ്പിൾ? വാട്ട് ഈസ് ദ കളർ ഓഫ് ആൻ ആപ്പിൾ? റെഡ്. ആപ്പിൾ ഉണ്ട്, ആപ്പിൾസ് ഉണ്ട്. APPLE ആപ്പിൾ ഉണ്ട്, ആപ്പിൾസ്. APPLES. അപ്പം ഏതിന് കൂടെ ഉണ്ടാക്കി കൊടുക്കണം? ആപ്പിളിന് കൂടെ ഉണ്ടാക്കണോ, ആപ്പിൾസിന് കൂടെ ഉണ്ടാക്കണോ? ഹൗ മെനി ആപ്പിൾസ് ആർ ദെയർ? കൗണ്ട് ഇറ്റ്. 1 2 3 4 ആപ്പിൾസ്. ദെൻ കൂട് കൂടെ ഉണ്ടാക്കി അവിടെ വെച്ചോളൂ, പഴുക്കട്ടെ. ആര്? ആപ്പിൾസ്. ആപ്പിൾസ്. ദി ആപ്പിൾസ് ആർ വിച്ച് കളർ? യെല്ലോ കളർ. Am I right? No. Which color? Which color? Red. Very good. The color of an apple is red. Red color. The apples are red. അടുത്തത് ആരാണ് നോക്കൂ? അടുത്തത് ആരാണ് അവിടെ നിൽക്കുന്നത്? ഹൈഷ്. ആരാണ് ചോക്കോ ബാറൊക്കെ പിടിച്ച് അവിടെ ഷോപ്പിൻ്റെ മുമ്പിൽ ഇങ്ങനെ പിടിച്ച് നിൽക്കുക? ഇതാ പോകുന്നവരൊക്കെ വേഗം നോക്കിക്കോളാൻ, എന്നാലല്ലേ നിങ്ങൾ കരയുള്ളൂ. ഐസ്ക്രീംകാരൻ ഇപ്പോൾ ഒക്കെ വീടുകളിലേക്ക് പോം എന്നൊക്കെ പറഞ്ഞ് കൊണ്ടുവരലുണ്ട് അല്ലേ? ആ വണ്ടിയുടെ ശബ്ദം കേട്ടാലേ കരയാൻ തുടങ്ങും. ആര്? നിങ്ങളാണോ ഞങ്ങളാണോ കരയുക? അമ്മയാണോ കരയുക, മക്കളാണോ കരയുക? ആരാ കരയുക? ദ ഐസ്ക്രീം സെല്ലർ. ഹൂ ഈസ് ദിസ്? ഹൂ ഈസ് സ്റ്റാൻഡിങ് ഹിയർ? ഐസ്ക്രീം സെല്ലറാണോ? അല്ല, ഐസ്ക്രീം സെല്ലറാണോ? എന്താ അവിടെ? ഐസ്ക്രീം സെല്ലർ, ഐസ്ക്രീം സെല്ലേഴ്സ്. അവിടെ വിൽപ്പനയ്ക്ക് നിൽക്കുന്നത് ആരാണ്? ഒരാളാണോ? അല്ല, 2 ഐസ്ക്രീം വിൽക്കുന്ന ആൾ നിൽക്കുന്നുണ്ടോ? ഇല്ല. അപ്പോൾ ദ ഐസ്ക്രീം സെല്ലർ. CREAM ഐസ്ക്രീം സെല്ലർ. SELLER സെല്ലർ. അടുത്ത എന്താണെന്ന് നോക്കൂ. ICECREAM ഐസ്ക്രീം സെല്ലേഴ്സ്. SELLERS. ഐസ്ക്രീം സെല്ലറാണോ, ഐസ്ക്രീം സെല്ലേഴ്സ് ആണോ? അവിടെ 2 ആൾ നിൽക്കുന്നുണ്ടോ? ഐസ്ക്രീമും പിടിച്ചിട്ട് 2 ഷോപ്പ് ഇട്ടിട്ടുണ്ടോ? 2 ഷോപ്പ് ഇട്ടിട്ടുണ്ടോ നോക്കി നോക്കൂ. ഐസ്ക്രീം സെല്ലറാണോ, ഐസ്ക്രീം സെല്ലേഴ്സ് ആണോ? എത്ര ആളുണ്ട് അവിടെ ഐസ്ക്രീം വിൽക്കുന്നത്? ഒരാൾ, ഒരു മാമനാണ് ഐസ്ക്രീം വിൽക്കുന്നത് അല്ലേ? ഒരു അങ്കിളാണ് ഐസ്ക്രീം വിൽക്കുന്നത്. അപ്പം ഐസ്ക്രീം സെല്ലർ എന്നാണോ സെല്ലേഴ്സ് എന്നാണോ പറയുക? സെല്ലർ എന്നാണ് പറയുക കേട്ടോ. നിങ്ങളത് പഠിച്ചിട്ടില്ലല്ലോ, അതുകൊണ്ട് സെല്ലർ. ഒരാൾ. ടീച്ചർ പറഞ്ഞില്ലേ 1 ആണെങ്കിൽ എസ് ചേർക്കണ്ട. ഒരാളാണെങ്കിൽ, മോർ ദാൻ 1 ആണെങ്കിൽ മാത്രമേ എസ് ചേർക്കാൻ പാടുള്ളൂ. അപ്പം നോക്കൂ, അവിടെ ഏത് നമ്മൾ കൂടുണ്ടാക്കി കൊടുക്കണം? ഐസ്ക്രീം സെല്ലർ. എന്നാ പിടിച്ച കൂടെ. ഐസ്ക്രീം സെല്ലറൊക്കെ മഴയൊന്നും തട്ടാതെ അയാൾക്ക് നമുക്കൊരു കൂടുണ്ടാക്കി കൊടുക്കാം. മഴ പെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ മേല് വെള്ളമാവൂലേ? അപ്പോൾ വേണ്ട, അപ്പോൾ ഐസ്ക്രീമൊക്കെ കേടായി പോവില്ലേ, ചളിയൊക്കെ ആവൂലേ? അതുകൊണ്ട് നമ്മൾ ഐസ്ക്രീം സെല്ലർക്ക് ഒരു കൂടുണ്ടാക്കി കൊടുത്തു. മനസ്സിലായോ? ആർക്കാണ് കൂടുണ്ടാക്കി കൊടുത്തത്? ദി ഐസ്ക്രീം സെല്ലർ ഈസ് സെല്ലിങ് ഐസ്ക്രീം. ഐസ്ക്രീം സെല്ലർ എന്താണ് വിൽക്കുന്നത്? വെജിറ്റബിൾസ് ആണോ? നോ. എന്താണ്? ഐസ്ക്രീം. ഇനി ഒന്നും കൂടെ നോക്കുക കേട്ടോ. ഐ സീ വെജിറ്റബിൾ സെല്ലർ. ഞാൻ ആരെ കണ്ടു? വെജിറ്റബിൾ സെല്ലറാണോ ഫസ്റ്റിലെ? ഹു ഈസ് സ്റ്റാൻഡിങ് ഫസ്റ്റ്? ബലൂൺ സെല്ലർ. ദെൻ ദ ബലൂൺ സെല്ലർ ഹാസ് മെനി
ബലൂൺസ്. അതല്ലേ നമ്മൾ ബലൂൺസ് അല്ലേ നമ്മൾ പുട്ട് എ സർക്കിൾ. യെസ്. ദെൻ ദ ഫ്രൂട്ട് സെല്ലർ. Is that correct? No. The vegetable seller is selling vegetables. Then he has how many carrots? How many carrots are there? How many carrots? 3. 3 carrots and other vegetables in his basket. The fruit seller. Who is standing there? Fruit seller has many. What is that picture? Apples. The apples are red. What is the color of an apple? Red. The ice cream seller is selling ice cream. The ice cream seller is selling ice cream. All of you finish? All of you finish? Yes or no? Yes. Yes. നോക്കൂ, വളരെ നീറ്റായിട്ട് ചെയ്തോ, കൂടുണ്ടാക്കിയോ എല്ലാവരും? വരണോ? ടീച്ചർ അടുത്തേക്ക് വരാം കേട്ടോ, തെറ്റിക്കാതെ. All of you finish? Yes. All stand. Sit. Stand. Sit. അപ്പോഴെന്തൊക്കെയാണ്? ഐസ്ക്രീം സെല്ലർ, പിന്നെയോ വെജിറ്റബിൾ സെല്ലർ, ഫ്രൂട്ട് സെല്ലർ, പോപ്കോൺ സെല്ലർ, പിന്നെ വെജിറ്റബിൾ സെല്ലർ. എല്ലാം പഠിച്ചു അല്ലേ? അപ്പം മാർക്കറ്റിൽ പോയിട്ട് എന്തൊക്കെ വേണമെന്നുള്ളത് പഠിച്ചു, അതിന് കൂടെ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് പഠിച്ചില്ലേ എല്ലാവരും? Vegetables, what are the uses of vegetable? Vegetables are used for making curries, salads. അല്ലേ? ചിക്കൻ മാത്രം കൊണ്ടുവന്നാൽ മതിയോ? ചിക്കനിൽ നമുക്ക് ഗ്രീൻ ചില്ലി ഇടണ്ടേ, ഓണിയൻ മുറിച്ചിടണ്ടേ, ടൊമാറ്റോ മുറിക്കണ്ടേ? അപ്പോൾ അത് ഇൻക്ലൂഡിങ് വെജിറ്റബിൾസും കൂടി ആകുമ്പോഴല്ലേ അത് കറിയാവുള്ളൂ. അപ്പം നമുക്ക് എല്ലാത്തിനും vegetables are used for making curries. All of you understand? All of you understand this lesson? Yes. Okay. All stand. Sit. Stand. Sit. Hands up. എല്ലാവരും എനിക്കിതാ ഇങ്ങനത്തെ വളഞ്ഞ കൈ, ടീച്ചറെ കൈ. Hands up. Hands down. Hands up, hands down. Clap and jump. എല്ലാവരും ഒന്ന് നന്നായി ജമ്പ് ചെയ്യൂ. ടീച്ചർ ജമ്പ് ചെയ്യണ? റെഡി? സിറ്റ് ഡൗൺ. Then take this page. What is the first picture? Balloon. What is the first picture? Balloon. നിങ്ങളെ വീട്ടിൽ നിന്ന് ബലൂണ്, ഈ പേജിലുള്ള എല്ലാ സ്പെല്ലിങ്സും റൈറ്റ് 5 times, 5 പ്രാവശ്യം വീതം എഴുതിയിട്ട് ടീച്ചർക്ക് കാണിച്ചു തരും. മനസ്സിലായോ? What is the first picture? Balloon. What is spelling balloon? ഈ സ്പെല്ലിങ്സ് ആണ് 5 times എഴുതേണ്ടത്. മനസ്സിലായോ? What is spelling balloon? BALLOON. Balloon. Write 5 times. Balloon. What is spelling balloon? Say loudly. BALLOON. Balloon. Then what is the next picture? Ice cream. What is the next picture? Ice cream. Write 5 times. ICECREAM. Ice cream. Then what is the next picture? പഴംപൊരി ഉണ്ടാക്കുന്നത്. എന്താണ് പഴംപൊരി ഉണ്ടാക്കുന്നത്? ബനാനാസ്. എന്താണ്? ബനാനാസ്. BANANAS. ബനാനാസ്.
ബനാന കൊണ്ട് പഴംപൊരി ഉണ്ടാക്കി തരാൻ പറയണം കേട്ടോ. അടുത്തതോ, അടുത്തത് ആരാണ്? ഹൂ ഗിവ്സ് us eggs? hen. What is the color of that egg? hen. What is the color of that hen? red hen. red hen. red, 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 red. 6 ഇടി കൊടുക്കണ്ട കേട്ടോ വരൂ. red, red. Then fat cat. ടീച്ചർമാര് തടിച്ചിട്ടുള്ള ഒരു ക്യാറ്റ്. നിങ്ങളെയൊന്നും മാതിരി അല്ല കേട്ടോ, ടീച്ചറെ മാതിരി ഫാറ്റ് ക്യാറ്റ് അല്ല, തടിച്ചിട്ടുള്ളൊരു ക്യാറ്റ്. ഫാറ്റ് ക്യാറ്റ്. നിങ്ങളൊക്കെ തിൻ. അടുത്തതോ ബൺ. നമ്മൾ യു വവലിന് പഠിച്ചിട്ടുണ്ട് നമ്മൾ. കടിച്ച് തിന്നാം നമുക്ക്. ബൺ, BUNS, ബൺസ്. BUNS, ബൺസ്. ദെൻ നെക്സ്റ്റ് നമ്മൾ ബർത്ത്ഡേക്കൊക്കെ കട്ട് ചെയ്യുന്ന സാധനം എന്താണ്? ബർത്ത്ഡേക്കൊക്കെ കട്ട് ചെയ്യുക. വെരി ഗുഡ്, വെരി ഗുഡ് അൽഹാൻ. എന്താണ്? കേക്ക്സ്. CAKES, കേക്ക്സ്. കേക്ക് കട്ട് ചെയ്തിട്ടല്ലേ നമ്മൾ ബർത്ത്ഡേ ആഘോഷിക്കുക. ദെൻ carrots. How many carrots are there? Count it. 1 2 3 4 5 6 7 8. 8 carrots. 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 Then last picture. Popcorn. അല്ലേ? പോപ്കോൺ. നമ്മളെ വീട്ടിൽ എങ്ങനെയാണ് പോപ്കോൺ ഉണ്ടാക്കുക? നമുക്ക് പാക്കറ്റ് കിട്ടും. എന്നിട്ട് നമ്മളത് കുക്കറിലിട്ടിട്ട് കുക്കർ നന്നായിട്ട് ചൂടാകുമ്പോൾ ഇങ്ങനെ ഇളക്കി കൊടുത്താൽ പോപ്കോൺ റെഡി അല്ലേ? പോപ്കോൺ. എന്താണ് പോപ്കോൺ? POPCORN, പോപ്കോൺ. ഇത് നോക്കൂ, ഈ റീഡ് അലൗഡ് വായിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ വായിച്ചാൽ മാത്രം പോരാ, നിങ്ങൾ ഇതിൻ്റെ സ്പെല്ലിങ് എഴുതി പഠിക്കണം. എന്നാലല്ലേ നമുക്ക് എവിടെ ഫുൾ സ്പെല്ലിംഗ് ഒന്നും അറിയില്ലെങ്കിൽ വായിക്കുമ്പോൾ ഏതാണ് ആ വേർഡ് എന്നുള്ളത് മനസ്സിലാവുള്ളൂ. അപ്പോഴേ എല്ലാവരും ഈ പേജ് ഏതാണ്? പേജ് നമ്പർ 29. ഇതിലുള്ള വേർഡ്സ് റൈറ്റ് 5 times എഴുതി പഠിച്ചിട്ട് അയച്ചാൽ മതി. വെറുതെ ഇങ്ങനെ എഴുതി കുറേ ഇങ്ങോട്ട് എത്തുമ്പോൾ എസ് ഇല്ല, കുറേ ഇങ്ങോട്ടൊന്നും ഫാദറിൻ്റെ ടി ഇല്ല, അങ്ങനെയൊന്നും വേണ്ട. 5 times മാത്രം. ആദ്യം 5 times സ്ലേറ്റിൽ എഴുതുക അസലായിട്ട്. പഠിച്ചതിന് ശേഷം വളരെ വളരെ നീറ്റായിട്ട് 4 line കോപ്പിയിൽ എഴുതുക. മനസ്സിലായോ? എല്ലാവർക്കും മനസ്സിലായോ? ഓൾ സ്റ്റാൻഡ്, സിറ്റ്. ബോറടിച്ചോ? കുറേ ഉണ്ടല്ലേ ഇത്? സാരമില്ല കേട്ടോ, മെല്ലെ പതുക്കെ പഠിച്ചാൽ മതി. ഒരു ദിവസം ഒരു 2 വേർഡ് എഴുതുക, അതിൻ്റെ സ്പെല്ലിങ് പഠിക്കുക. അതിനുശേഷം മാത്രം അടുത്ത വേർഡ് എഴുതാൻ തുടങ്ങിയാൽ മതി. വെറുതെ എല്ലാം കൂടി ഇങ്ങോട്ട് എഴുതിയിട്ട് വാട്ട് ഈസ് സ്പെല്ലിംഗ് എന്ന് ചോദിച്ചാൽ അറിയില്ല, അത് വേണ്ട. നിങ്ങൾ UKG മക്കളാണ്, സ്പെല്ലിങ് എന്തായാലും പഠിക്കണം. പഠിച്ചിട്ടില്ലേ നമുക്ക് എഴുതാൻ ഭയങ്കര വിഷമമായിരിക്കും. മനസ്സിലായല്ലോ? റെഡി? ഓക്കേ, ബൈ ബൈ.